അപ്പോൾ ഇങ്ങനെ ഈ ഭീകരർ തട്ടിയെടുത്ത വാഹനവുമായിട്ട് വരുമ്പോൾ പോലീസുകാർ പറയുകയാണ് നിർത്താനായിട്ട് നിർദ്ദേശം അവരോട് പറയുന്നു, മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നിർത്താനായിട്ട്. അപ്പോൾ ഇവർ വൈപ്പർ ഇട്ട് കാണിക്കുകയാണ് ഇല്ല എന്ന്, നോ എന്നുള്ള സന്ദേശം കൊടുക്കുക വൈപ്പറിട്ട്. പോലീസ് തുരുതുര വെടിവെക്കുന്നു. വെടിവെച്ചതിന് ശേഷം വെടിവെക്കുന്നു, ഇവരുടെ വാഹനമൊക്കെ തകരുന്നുണ്ട്. പക്ഷേ ഇവർ അതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇവരെ ചെല്ലുമ്പോൾ ആണ് ഈ തുക്കാരാം ഗോപാൽ ഒമ്പാലെ എന്ന് പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ ചെല്ലുമ്പോഴാണ് ഈ അജ്മൽ അബീർ കസബിന് ജീവനുണ്ട്, അയാൾക്ക് വെടിയേറ്റിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. ഡോറ് തുറക്കുമ്പോൾ തന്നെ ഈ കസബ് കയ്യിലിരുന്ന AK-47 വെച്ച് ഫുൾ ട്രിഗർ ചെയ്യുകയാണ്. ഫുൾ ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഴുവൻ ബുള്ളറ്റും ഇയാളുടെ ശരീരത്തേക്ക് കയറുക. പക്ഷേ ബാക്കി പോലീസുകാർ വരുന്നത് വരെ ഇയാളെ മുറുക്ക പിടിച്ച് ഈ കസബിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് എടുക്കുന്നുണ്ട് ഒമ്പാലെ. അങ്ങനെയാണ് ഈ പറയുന്ന ഭീകരനെ നമുക്ക് ജീവനോട് കിട്ടുന്നത്. അപ്പോൾ ഇയാളോട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എനിക്ക് തോന്നുന്നത് അന്നത്തെ ജോയിൻറ്റ് കമ്മീഷണറാണെന്ന് തോന്നുന്നു, അദ്ദേഹം ചോദിക്കുന്നുണ്ട് കസബിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ കസബ് പറയുന്നു, ഞങ്ങൾക്ക് സ്വർഗം കിട്ടും, വലിയ സുഗന്ധമുള്ള സ്വർഗമായിരിക്കും ഞങ്ങൾക്ക് ലഭിക്കുക, അവിടെ അതിഗംഭീരമായ മദ്യപ്പുഴയും ഹൂറികളും നാനാവിധത്തിലുള്ള ആഹാരങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ആയിരിക്കും ലഭിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജോയിൻറ്റ് കമ്മീഷണർ, അവരുടെ സിറ്റി പോലീസിൻ്റെ ജോയിൻറ്റ് കമ്മീഷണറാണ്, അദ്ദേഹം പിടിച്ചുകൊണ്ടുവന്ന് മുംബൈ ജോയിൻറ്റ് കമ്മീഷണർ പിടിച്ചുകൊണ്ടുവന്ന് ഈ ഡെഡ് ബോഡികൾക്ക് മുകളിലേക്ക് കസബിനെ ഇട്ടിട്ട് ചോദിക്കുകയാണ്, വരുന്നുണ്ടോ നിനക്ക് സുഗന്ധം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.